BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിനിരയായ സുജിത് 11 കേസുകളിലെ പ്രതി. മുഖ്യമന്ത്രി നിയമസഭയിൽ. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിനിരയായ സുജിത്ത് 11 കേസുകളിലെ പ്രതിയെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. എരുമപ്പെട്ടി, കുന്നംകുളം പോലീസ് സ്റ്റേഷനുകളിലാണ് കേസ്. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ ആരോപണങ്ങൾക്ക് തെളിവുണ്ട്. വകുപ്പ് തല അന്വേഷണത്തിൽ ഇക്കാര്യങ്ങൾ ബോധ്യമായി. നിയമസഭയിലെ ചോദ്യത്തിന് രേഖാമൂലമാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. എന്നാൽ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി റോജി എം ജോൺ രംഗത്തെത്തി. പോലീസ് മർദ്ദനത്തിന് വിധേയനായ ആൾ ആഭ്യന്തര വകുപ്പ് ഭരിക്കുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരന് ലോക്കപ്പിൽ ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത്. മുഖ്യമന്ത്രിയുടെ അടിയന്തരാവസ്ഥ കാലത്തെ പ്രസംഗം റോജി എം ജോൺ ഓർമ്മിപ്പിച്ചു. പോലീസിനെ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞാണ് കുന്നംകുളത്തെ സുജിത്തിനെ മർദ്ദിച്ചത്. പോലീസിനെ ജനാധിപത്യപരമായി ചോദ്യം ചെയ്യുവാൻ അവകാശമില്ലേ? അതോ രാജഭരണകാലത്തെ പടയാളികളാണോ പോലീസുകാരെന്നും റോജി എം ജോൺ ചോദിച്ചു. സുജിത്തിനെ വാഹനത്തിനുള്ളിൽ ഇട്ടും ക്രൂരമായി മർദ്ദിച്ചു. ആദ്യത്തെ അടിയിൽ തന്നെ ബോധം പോയി. കാൽപാദത്തിൽ 15 തവണ അടിച്ചു. അടിച്ച ശേഷം എഴുന്നേറ്റ് ചാടാൻ പറഞ്ഞു. വെള്ളം പോലും നൽകിയില്ല. മർദ്ദനശേഷം സുജിത്തിനെ ജയിലിൽ അടയ്ക്കുവാൻ പോലീസ് ഗൂഢാലോചന നടത്തി. സംഭവം പുറത്തുവന്നിട്ടും എന്ത് നടപടിയെടുത്തു? സസ്പെൻഷൻ ഒരു നടപടിയല്ലെന്നും റോജി എം ജോൺ വിമർശിച്ചു. തെളിവില്ല. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കില്ല. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കില്ല. കേസെടുക്കാനുള്ള തെളിവുകളോ രേഖകളോ ഇല്ലെന്ന് പോലീസ് പറയുന്നു. പരാതി നൽകിയ കോൺഗ്രസ് നേതാവ് TN പ്രതാപനെ ഇക്കാര്യം പോലീസ് അറിയിച്ചു. കോടതിയെ സമീപിക്കുമെന്ന് TN പ്രതാപൻ അറിയിച്ചു. സുരേഷ് ഗോപിയുടെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെയും വോട്ട് ചേർത്തതിൽ ക്രമക്കേടുണ്ടോ എന്നതാണ് പോലീസ് പ്രധാനമായും പരിഗണിച്ചത്. സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ സത്യവാങ്മൂലത്തിലടക്കം പിഴവുകളുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു TN പ്രതാപന്റെ പരാതി. ഈ പരാതിയിലാണ് അന്വേഷണം നടന്നത്. ഇതിൽ സുരേഷ് ഗോപിയുടെയും കുടുംബാംഗങ്ങളുടെയും വോട്ട് ചേർത്തത് ചട്ടവിരുദ്ധമായല്ല എന്ന നിലപാടിലേക്കാണ് പോലീസ് എത്തിയത്. കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുകയല്ല, സംരക്ഷിക്കുകയാണ് ഈ സർക്കാർ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഉന്നം വച്ച് മന്ത്രി വീണ ജോർജ്. ആരോഗ്യ വകുപ്പ് കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുകയല്ല, സംരക്ഷിക്കുകയാണെന്ന് മന്ത്രി വീണ ജോർജ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഉന്നം വെച്ചായിരുന്നു മന്ത്രി വീണ ജോർജിന്റെ സഭയിലെ പ്രസ്താവന. ഗർഭാവസ്ഥ മുതൽ മികച്ച പരിചരണമാണ് നൽകുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ശിശുമരണ നിരക്ക് കുറയ്ക്കുവാൻ നടത്തിയ ഇടപെടലുകളെക്കുറിച്ച് മന്ത്രി എടുത്തു പറഞ്ഞു. അതേസമയം ആരോഗ്യ വകുപ്പിലെ പരാതികളിൽ നിയമസഭാ ചോദ്യോത്തരവേളയിൽ തർക്കം നടന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനും ആരോഗ്യമന്ത്രി വീണ ജോർജും തമ്മിലായിരുന്നു വാക്പോര്. AP അനിൽകുമാറാണ് ആരോഗ്യവകുപ്പിലെ വീഴ്ചകൾ ചോദ്യോത്തരവേളയിൽ ഉന്നയിച്ചത്. 10 വർഷമായിട്ടും തകരാർ എന്തെന്ന് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ലേ എന്ന് അദ്ദേഹം പരിഹസിച്ചു. ഡോക്ടർ ഹാരിസ് എക്സ്റേ ഫിലിം പോലുമില്ല എന്ന് വെളിപ്പെടുത്തിയെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രോഗിയായി പോകുന്നവർ ഡെഡ് ബോഡിയായി തിരിച്ചുവരുന്ന അവസ്ഥയാണെന്ന് സനീഷ് കുമാർ ജോസഫിന്റെ വിമർശനം. ഇതിന് മറുപടിയായി സ്വകാര്യ ആശുപത്രിയിൽ നിന്നും അച്ചാരം വാങ്ങി ചിലർ വന്നിട്ടുണ്ടെന്ന് വി ജോയ് പറഞ്ഞു. ഇത് തർക്കത്തിനിടയാക്കി. ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ആരോപണം മന്ത്രി ശരിവച്ചു. ന്യൂറോളജി വിഭാഗത്തിൽ ചികിത്സയ്ക്ക് വന്ന രോഗികൾ പുറത്തുനിന്നും ഉപകരണങ്ങൾ വാങ്ങി നൽകിയതായി അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ടെന്ന് സമ്മതിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗത്തിൽ ചികിത്സയ്ക്ക് വന്ന ചില രോഗികൾ പുറത്തുനിന്നും ഉപകരണങ്ങൾ വാങ്ങി നൽകിയതായി അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ട്. സർക്കാർ ആശുപത്രികളിൽ രോഗികൾ സ്വന്തം ചെലവിൽ ഉപകരണം വാങ്ങേണ്ട സാഹചര്യം ഇല്ല. ഇത് സർക്കാർ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമല്ല. ഇതിനെ നിരുത്സാഹപ്പെടുത്തണം. അങ്ങനെയുണ്ടാകുന്ന സാഹചര്യത്തിൽ വകുപ്പിനെ നിർബന്ധമായും അറിയിക്കണം, ആരോഗ്യമന്ത്രി പറഞ്ഞു. അഞ്ചൽ സ്കൂളിലെ മഞ്ഞപ്പിത്ത ബാധ വിദ്യാർത്ഥികളിൽ നിന്നും രക്ഷിതാക്കളിലേക്കും വ്യാപിക്കുന്നു. കൊല്ലം അഞ്ചൽ ഇടമുളയ്ക്കൽ ഗവൺമെന്റ് ജവഹർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളിൽ പടർന്നു പിടിച്ച മഞ്ഞപ്പിത്തം രക്ഷിതാക്കളിലേക്കും വ്യാപിക്കുന്നു. രോഗബാധിതനായ കുട്ടിയുടെ രക്ഷിതാവിനും മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു. തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് കുട്ടികൾക്ക് കുടിക്കുവാൻ നൽകിയിരുന്നതെന്ന സ്കൂൾ അധികൃതരുടെ വാദം പൊളിഞ്ഞു. കുടിക്കാൻ ലഭിച്ചിരുന്നത് കിണറ്റിലെ വെള്ളമെന്ന് കുട്ടികൾ മാധ്യമങ്ങളോട് പറഞ്ഞു. സ്കൂളിൽ ലഭിച്ച വാട്ടർ ഡിസ്പെൻസർ ഉപയോഗിച്ചിരുന്നത് അധ്യാപകരാണ്. സ്കൂളിലെ 31 കുട്ടികൾക്ക് രോഗം സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് വീട്ടുകാരിലും മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തൊള്ളൂർ നഗറിലുള്ള കുട്ടിയുടെ പിതാവിനാണ് രോഗം സ്ഥിരീകരിച്ചത്. രക്ഷിതാവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രോഗത്തിന്റെ ഉറവിടം സ്കൂൾ അല്ലെന്ന് ആദ്യം മുതൽ വാദിച്ച സ്കൂൾ അധികൃതർ കിണറ്റ് വെള്ളത്തിൽ ക്രമാതീതമായ അളവിൽ കോളിഫോം ബാക്ടീരിയയുടെ അളവ് കണ്ടെത്തിയതോടെ കുട്ടികൾക്ക് തിളപ്പിച്ച വെള്ളം നൽകിയിരുന്നു എന്നായിരുന്നു വാദം. എന്നാൽ സ്കൂളിൽ ലഭിച്ചിരുന്നത് പൈപ്പ് വെള്ളമായിരുന്നുവെന്ന് രോഗബാധിതരായ കുട്ടികൾ മാധ്യമങ്ങളോട് പറഞ്ഞു. കുട്ടികൾക്കുള്ള മെഡിക്കൽ പരിശോധന ഇന്നും തുടരും. 5 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇന്നത്തെ ക്യാമ്പ്.
ആഗോള അയ്യപ്പ സംഗമത്തിനായി 4864 അപേക്ഷകൾ ലഭിച്ചു. 3000 അപേക്ഷകൾ അംഗീകരിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ആഗോള അയ്യപ്പ സംഗമത്തിനായി 4864 അപേക്ഷകൾ ലഭിച്ചതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ആദ്യം വന്ന 3000 അപേക്ഷകൾ അംഗീകരിക്കും. തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും മന്ത്രിമാർ പങ്കെടുക്കും. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ പങ്കെടുക്കുമെന്നും PS പ്രശാന്ത് പറഞ്ഞു. ശബരിമലയിലെ ദ്വാരക പാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് സുതാര്യമായിട്ടാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതെന്നും PS പ്രശാന്ത് പറഞ്ഞു. അതേസമയം ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി അടിയന്തരമായി പരിഗണിക്കുവാൻ സുപ്രീംകോടതി തീരുമാനം. ഹർജി ബുധനാഴ്ച പരിഗണിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് BR ഗവായ് വ്യക്തമാക്കി. അയ്യപ്പ സംഗമം 20-ാം തീയതി നടക്കുന്നതിനാൽ ഹർജി അടിയന്തരമായി കേൾക്കണമെന്ന് ഹർജിക്കാരനായ മഹേന്ദ്രകുമാറിന്റെ അഭിഭാഷകൻ ഇന്ന് ചീഫ് ജസ്റ്റിസിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനിടെ കേസിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുൻപ് തങ്ങളുടെ വാദം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ട് ദേവസ്വം ബോർഡ് സുപ്രീംകോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തു. അതേസമയം ശബരിമല ദ്വാരകപാലക പാളികളിൽ സ്വർണം പൂശിയ റിപ്പോർട്ടിൽ അവ്യക്തതയെന്നും ഹൈക്കോടതി. 2009-2019 വർഷങ്ങളിൽ സ്വർണം പൊതിഞ്ഞ വിവരങ്ങൾ മെഹസറിൽ ഇല്ലാത്തതാണ് കോടതി ചോദ്യം ചെയ്തത്. നിലവിലെ സ്വർണ്ണപ്പാളികൾ എത്രയും വേഗത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തി ഉടൻ തിരികെ എത്തിക്കുവാനും ഹൈക്കോടതി നിർദ്ദേശം നൽകി. ശബരിമല ചീഫ് സെക്യൂരിറ്റി ഓഫീസറും സ്മാർട്ട് ക്രിയേഷൻസിന്റെ മാനേജറും ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം നേരിട്ട് ഹാജരായിരുന്നു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പാലക്കാട് മണ്ഡലത്തിലേക്കുള്ള മടങ്ങിവരവ് നിലപാട് പറയാനാകാതെ DCC. രാഹുലിന്റെ പാലക്കാട് മണ്ഡലത്തിലേക്കുള്ള മടങ്ങിവരവിൽ നിലപാട് പറയാനാകാതെ DCC. എല്ലാം KPCC പറയുന്ന പോലെ ചെയ്യുമെന്ന് DCC പ്രസിഡന്റ് A തങ്കപ്പൻ വ്യക്തമാക്കി. രാഹുലിന് സംരക്ഷണം ഒരുക്കുമോ ഇല്ലയോ എന്ന കാര്യം KPCC പ്രസിഡന്റ് വ്യക്തമാക്കട്ടെ. നേതൃത്വം പറയുന്നതുപോലെ എല്ലാം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ രാഹുൽ സസ്പെൻഷനിലായതുകൊണ്ട് മണ്ഡലത്തിലേക്ക് വരുന്നത് തന്നെ അറിയിക്കണമെന്നില്ല. രാഹുൽ മണ്ഡലത്തിൽ ഇല്ലാത്ത പ്രതിസന്ധി അതിജീവിക്കുവാൻ കോൺഗ്രസിന് കഴിയും. കോൺഗ്രസിന്റെ ഗൃഹസമ്പർക്ക ക്യാമ്പയിനിൽ രാഹുൽ വിഷയം ആരും ചോദിക്കുന്നില്ല. പാർട്ടിയിൽ നിന്നും KPCC സസ്പെൻഡ് ചെയ്തതിനാൽ രാഹുൽ ഇപ്പോൾ സ്വതന്ത്ര MLA ആണ്. മണ്ഡലം MLA എന്ന നിലയിൽ രാഹുൽ എത്തുന്നതിൽ DCC പ്രത്യേകമായി ഒന്നും ചെയ്യേണ്ടതില്ല. അദ്ദേഹത്തിനൊപ്പം കോൺഗ്രസ് പ്രവർത്തകർ സഹകരിച്ചാൽ നടപടിയുണ്ടാകുമോ എന്ന ചോദ്യത്തിന് KPCCയാണ് അത്തരം കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ എത്തിയാൽ ഒപ്പമുണ്ടാകുമെന്ന് നഗരസഭ കോൺഗ്രസ് കൌൺസിലർ മൻസൂർ മണലാഞ്ചേരി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു. കേസ് വിവരങ്ങൾ വാട്സാപ്പിൽ അറിയിക്കുവാൻ ഹൈക്കോടതി. ഒക്ടോബർ 6 മുതൽ പ്രാബല്യത്തിൽ വരും. ഹൈടെക് ആകാൻ കേരള ഹൈക്കോടതി. കോടതി നടപടികൾ അറിയിക്കുവാൻ ഇനി വാട്സാപ്പ് സന്ദേശവും. ഒക്ടോബർ 6 മുതൽ പുതിയ പരിഷ്കാരം പ്രാബല്യത്തിൽ വരും. വാട്സാപ്പ് കേസ് മാനേജ്മെന്റിന്റെ ഭാഗമാക്കുവാനാണ് ഹൈക്കോടതിയുടെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട ഒരു നോട്ടീസ് പുറപ്പെടുവിച്ചു. ഈ ഫയലിംഗ് ഹർജികൾ, ലിസ്റ്റിംഗ് വിശദാംശങ്ങൾ, കോടതി നടപടിക്രമങ്ങൾ, മറ്റു പ്രസക്തമായ വിവരങ്ങൾ എന്നിവ വാട്സാപ്പ് വഴി അഭിഭാഷകർക്കും കക്ഷികൾക്കും ലഭ്യമാക്കും. എന്നാൽ വാട്സാപ്പ് വിവരങ്ങൾ ഒരു അധിക സേവനം മാത്രമാണ്. മറ്റു വിധത്തിൽ അറിയിക്കാത്ത സമൻസുകൾ, അറിയിപ്പുകൾ എന്നിവയ്ക്ക് പകരമാവില്ല. കോടതി സന്ദേശങ്ങൾ നൽകാതിരിക്കുന്നതും വൈകുന്നതും ഒഴിവാക്കുവാനാണ് വാട്സാപ്പ് സേവനം ലക്ഷ്യം വയ്ക്കുന്നത്. തട്ടിപ്പുകൾ ഒഴിവാക്കുവാൻ വരുന്ന സന്ദേശങ്ങളുടെ സ്ഥിരീകരണത്തിനായി കോടതികളുടെ ഔദ്യോഗിക വെബ് പോർട്ടലിലെ വിവരങ്ങൾ കൂടി പരിശോധിക്കണമെന്ന മുന്നറിയിപ്പും നോട്ടീസിലുണ്ട്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.